ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിദ മൊയ്തീൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. തേങ്ങ അരച്ച അയലക്കറിയാണ് കേട്ടോ. ഇതിലോട്ടായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അയല വേണം. ഇപ്പോൾ നമ്മുടെ അയല നമ്മൾ നന്നായി ഫ്രഷായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ടായിട്ട് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് 2 ടൊമാറ്റോ, കുറച്ച് ഗാർലിക്, ഒരു ജിഞ്ചർ, കുറച്ച് സ്മോൾ ഒണിയൻ, കുറച്ച് കറി ലീവ്സ്, കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസുള്ള കോക്കനട്ട് നമ്മളിവിടെ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിയും കൂടിയാണ് നമുക്ക് വേണ്ടത്. ഈ പുളിയിലോട്ടായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ പുളിയൊക്കെ അതിൽ കിടന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കോക്കനട്ട് ചിരവിയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി നമുക്ക് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ടായിട്ട് ടൊമാറ്റോയും ചില്ലിയും ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ടായിട്ട് ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കനട്ടിൻ്റെ മിക്സും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മീൻ നമുക്ക് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിട്ടെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒനിയന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടായിട്ട് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടെൻഡൻസിലാവുമ്പോൾ നമുക്ക് ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ അരച്ച അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ഉള്ളൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.